यहाँ पर देखते हैं രണ്ടാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അവരുടെ നിലവിളി ദൈവം കേട്ടു. परमेश्वर ने मूसा को वहां पर भेजा, लेकिन लोग हालेलुया एक एक दिन तैयार तो हो रहे, लेकिन फरवो उन्हें छोड़ने के लिए तैयार नहीं हो रहा है. ദൈവം മോശയെ അയക്കുവാനിടയായി ജനത്തെ വിടുവിക്കുവാനായി. എന്നാൽ അവൻ ഫറവോൻ ദിനം പ്രതി തന്റെ ഹൃദയം കഠിനപ്പെടുത്തുകയാണ്. क्योंकि उन्हें मुफ्त में लॉर्ड नौकरी करने वाले गुलाम को उनको मिल रहा है. लॉर्ड पैसा ना दे तो भी वे काम करने के लिए तैयार है. हालेलुया. यदि भूसा तैयार ना करे फिर भी उनको ईंट का गिनती कम नहीं होना चाहिए. हालेलुया. जिस प्रकार गुलामी को इस्तेमाल कर सकते हैं, वैसा इस्राएलियों को वे इस्तेमाल करते हुए आ रहे हैं. അവിടെ സൗജന്യമായി അടിമവേല ചെയ്യുന്ന ആളുകളെ വിട്ടയക്കുവാൻ ഫറവോന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവര് വൈക്കോൽ കൊടുത്തില്ല എങ്കിൽ പോലും തികച്ച് ആമേൻ ഇഷ്ടിക പിടിക്കത്തക്കവണ്ണം നന്നായി അടിമവേലയെ ഉപയോഗിക്കുന്ന ഒരു അനുഭവമാണ് ഫറവോൻ ഉണ്ടായിരുന്നത്. सुबह से शाम तक नौकरी किया, लेकिन अंत में जब तनख्वाह मांगने के लिए जाते हैं तो कुछ नहीं मिलता है. രാവിലെ മുതൽ വൈകിട്ട് വരെ കഠിനാധ്വാനം ചെയ്ത് വൈകിട്ട് തങ്ങളുടെ വേലയ്ക്കുള്ള പണം ചോദിക്കുമ്പോൾ അവർക്ക് ഒന്നും കൊടുക്കാറില്ല. एक हफ्ता पूरा मेहनत किया और फिर जब तनख्वाह लेने के लिए जाते हैं तो पैसे के बदले उन्हें मार मिलता है. काफी बार उनका तनख्वाह भी नहीं मिलता है. ഒരാഴ്ചയും നീണ്ട അധ്വാനത്തിന് ശേഷം അവരുടെ വേതനം ചോദിക്കുമ്പോൾ അവർക്ക് പണത്തിന് പകരം അടിയും ഉപദ്രവവും ലഭിക്കാറുണ്ടായിരുന്നു. हालेलुया. काफी बार परमेश्वर की वायदा तक पहुंचने से पहले कुछ मुश्किलों का हम सामना तो करना पड़ता है, लेकिन परमेश्वर के नजर से कोई भी बातें छुपाए नहीं जा सकता है. ദൈവിക വാഗ്ദത്തത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ചില കഷ്ടതകളിലൂടെ കടന്നു പോകേണ്ടി വന്നാലും ഇതൊന്നും ദൈവം കാണാതെ ഇരിക്കുന്നില്ല. हालेलुया. परमेश्वर के नजर के सामने हालेलुया वो सारे बातों को जब देख रहा है, हमारे लिए एक उत्तम रास्ता को भी वो तैयार करने वाला परमेश्वर है. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ആ വിഷയങ്ങളെ നോക്കിക്കൊണ്ട് ദൈവം അവൻ നമ്മുടെ മുന്നിൽ ഒരു നല്ല വഴി, അനുഗ്രഹിക്കപ്പെട്ട ഒരു വഴി തുറക്കുകയാണ് ചെയ്യുന്നത്. हालेलुया. लेकिन उससे पहले परमेश्वर उसी राज्य में, उसी देश में कुछ कार्यों को तैयार करते हुए अपने लोगों को आगमन के लिए तैयार कर रहा है. എന്നാൽ ദൈവം അവരായിരിക്കുന്ന ദേശത്ത് ചില കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരുക്കിയാണ് ഈ ജനത്തെ അവിടെ നിന്ന് പുറപ്പെടുവിക്കുന്നത്. उसी राज्य में जो उनका देवी देवता रहा है, हालेलुया, वो ही उनका खिलाफ अब होने जा रहा है. 10 प्रकार की अलग अलग प्लेग उस राज्य में परमेश्वर भेज रहा है. ആ ദേശത്ത് അവർ ദേവനായി ദേവിയായി ആരാധിച്ചു കൊണ്ടിരുന്ന ആ വിഷയങ്ങൾ തന്നെ വിവിധ തരത്തിലുള്ള 10 ബാധയായി ഇപ്പോൾ ജനത്തിന് വിരോധമായി എഴുന്നേൽക്കുകയാണ്. हालेलुया. वहां पर सबसे पहला नाइल के नदी खून समान हो गया. हालेलुया. नाइल नदी वास्तव में जीवन का सोर्स रहा है, लेकिन वो अब मृत्यु का एक सोर्स बन रहा है. നൈൽ നദിയിലെ വെള്ളം എന്ന് പറയുന്നത്, നദി എന്ന് പറയുന്നത് അവർക്ക് ജീവന്റെ ഉറവിടമായി അവർ കരുതിക്കൊണ്ടിരുന്ന നൈൽ നദി ഇപ്പോൾ ആമേൻ അവർക്ക് ഹാനിക്ക് കാരണമായി തീരുന്നു. हालेलुया. प्रेज़ लॉर्ड. जिसका आराधना वे करते थे, अब वहां पर जीवन नहीं बल्कि मृत्यु उत्पन्न हो रहा है. അവർ ആരാധിച്ചു വന്ന അവരുടെ ജീവന്റെ ഉറവിടമായി കരുതിയ നൈൽ നദി ഇപ്പോൾ അവർക്ക് മരണകാരണമായി തീർന്നു. हालेलुया. प्रेज़ लॉर्ड. हालेलुया. और दूसरा हम देखते हैं मेंढक आ रहा है. प्रेज़ लॉर्ड. जिसका फर्टिलिटी गॉड करके, जो उत्पादन का जो भगवान करके वे मानते थे, वो अब उनके लिए बड़ा नॉइसेंस बन गया है. തവളയെ നമ്മൾ രണ്ടാമതായി കാണുന്നു. അവരുടെ പ്രത്യുൽപാദനത്തിന്റെ ദേവനായി വളരെയധികം ഭജിച്ചുകൊണ്ടിരുന്ന തവള എന്ന ദേവൻ ഇപ്പോൾ അവർക്ക് ഏറ്റവും ഉപദ്രവത്തിനും ശല്യത്തിനും കാരണമായി തീർന്നിരിക്കുന്നു. जो उनके लिए अनुग्रह का कारण था, अब वो सिरदर्द बन गया है. അവർക്ക് വലിയ അനുഗ്രഹം എന്ന് അവർ കരുതിയത് ഇപ്പോൾ അവർക്ക് തലവേദനയായി മാറി. हालेलुया. और एक एक चीजें जब देखते हैं, लाइस फ्लाइस, एक एक चीज जो इस पृथ्वी का वे आराधना करते थे, वो वहां पर लॉर्ड उनका वे सह नहीं पा रहे हैं. उनके लिए बड़ा सिरदर्द बन रहा है. അവിടെ ഒന്നിനു പുറകെ ഒന്നായി പേൻ അയക്കപ്പെട്ടു, നായീച്ച അയക്കപ്പെട്ടു. ഇതെല്ലാം
അവർ ദേവനായി ദേവിയായി കരുതി അവരുടെ അനുഗ്രഹത്തിനായി ഭജിച്ചു വന്നിരുന്ന വിഷയങ്ങളെല്ലാം ഇപ്പോൾ അവർക്ക് തലവേദനയായി ശല്യമായി മാറിയിരിക്കുന്നു. उनका लाइव स्टॉक्स जो जानवरें हैं जो उनके लिए एक इकोनॉमिक एक रेवेन्यू का कारण था, वो आर्थिक व्यवस्थाओं में बहुत बड़ा मुश्किलों का सामना करना पड़ रहा है. അവരുടെ മൃഗങ്ങൾ, അവരുടെ മൃഗസമ്പത്ത് എന്ന് പറയുന്നത് അവരുടെ സാമ്പത്തിക വ്യവസ്ഥയിൽ അവർ ഏറ്റവും നല്ലതെന്ന് കരുതി വെച്ചിരുന്നതിന് ഇപ്പോൾ പ്രയാസമായി വന്നിരിക്കുന്നു. I mean, उनके बीच में बॉयल्स, बड़े बड़े फोड़े आना शुरू हो गया. हालेलुया, प्रेज द लॉर्ड. I mean, उनका तंत्र मंत्र या उनके किसी प्रकार के मेडिसिन भी उनके लिए वो चंगाई के लिए कारण नहीं हो रहा है. അവരുടെ ശരീരത്തിൽ ഉണ്ടായ വ്രണങ്ങൾ നിമിത്തം അത് അവർക്ക് ഒരു മരുന്ന് കൊണ്ട് പോലും അവർക്ക് ചികിത്സിച്ച് ഭേദമാകാത്ത രീതിയിലുള്ള ശാരീരിക കഷ്ടം അവർക്ക് വരികയാണ്. I mean, इजिप्ट वहां का प्रेस्टोड मिस्रैम सच में I mean मेडिसिन में सबसे आगे है, लेकिन उनका वहां का मेडिकल साइंस भी उनके लिए I mean प्रेस्टोड मदद के लिए कारण नहीं हो रहा है. വൈദ്യശാസ്ത്രപരമായി ഏറ്റവും അധികമായി മുന്നേറുന്ന ഒരു രാജ്യമായിട്ടും അവരിപ്പോൾ അതിന് മുന്നിലെല്ലാം തോറ്റിരിക്കുകയാണ്. हालेलुया. उसके बाद में हम देखते हैं हेल स्टोन्स, हालेलुया, आई मीन रिस्टोर्ड पत्थर समान, आई मीन आकाश से जब गिर रहा है, आकाश का देवी देवताएं उनका प्रेस लॉर्ड जिसका वे आराधना करते थे, वो भी उसे नियंत्रण कर नहीं पा रहे हैं. ഇപ്പോൾ ആകാശത്തിൽ നിന്ന് കന്മഴ പെയ്യുകയാണ്. ആമേൻ. അവർ ആകാശത്തേക്ക് നോക്കി ഭജിച്ചിരുന്ന യാതൊന്നിനും അവരെ രക്ഷിപ്പാനോ അവർക്ക് സഹായമായി തീരുവാനോ കഴിഞ്ഞില്ല. I mean लोकस्ट जो हालेलुया I mean टिटिया है, वो भी I mean प्रेस लॉर्ड इतना बढ़ गया जिसका वे एक हार्वेस्ट, एक कटनी काटने से पहले जिसका वे आराधना करते थे, वो अब उनका सारे कटनी और उनका फसल को खत्म कर रहा है. വെട്ടുക്കിളി ദേശത്ത് വന്ന് നിറഞ്ഞ് അവർക്ക് നാശമുണ്ടാക്കുകയാണ്. അവരുടെ കൊയ്ത്തിന് മുമ്പ് അവർ ആരാധിക്കുന്ന വെട്ടുക്കിളിയായ ആ ജീവി ഇപ്പോൾ ഇവരുടെ മുഴുവൻ കൃഷികളെയും നശിപ്പിക്കത്തക്കവണ്ണം ദേശത്ത് നാശം വിതയ്ക്കുകയാണ്. नौवा हम देखते हैं कि पूरा देश अंधकार से छाया गया. हालेलुया. जहां पर वो अपने सूर्य भगवान का आराधना करते थे, वो भी अब इनका मदद कर नहीं पा रहा है. ഒമ്പതാമതായിട്ട് ഇരുളുള്ള ദേശത്ത് നിറയുവാൻ ഇടയായി തീർന്നു. അവർ സൂര്യനെ ഭജിച്ചു വന്നവരായിരുന്നു. സൂര്യനെ ആരാധിച്ചു വന്നവരുടെ ദേശത്ത് ഇപ്പോൾ ഇരുൾ നിറഞ്ഞിരിക്കുകയാണ്. हालेलुया. एक एक करके जिसका वे आराधना करते थे, I mean वो आराधना उनके लिए अब जवाब नहीं दे रहा है. उनका देवी देवताएं अब उनका उत्तर नहीं दे रहा है. बड़े क्लेश के अनुभव से परमेश्वर I mean रिस्टोर्ड मिस्रैम को लेकर जा रहा है. ഒന്നിനു പുറകെ ഒന്നായി ദേശത്ത് ബാധ അയക്കപ്പെടുവാൻ ഇടയായി തീർന്നു. അവർ ആരാധിക്കുകയും ഭജിക്കുകയും ചെയ്ത പൂജിച്ചു വന്ന അവരുടെ ദേവൻ ദേവി എന്ന് കരുതിയ വസ്തു അവർക്ക് ഇപ്പോൾ ശല്യമായി മാറി. I mean एक एक प्लेग जब आता था तब फरवो मानने के लिए तैयार है परमेश्वर के लोगों को छोड़ने के लिए, लेकिन जैसे ही वो बंद हो जाता है तुरंत उनका हृदय कठोर होना शुरू हो जाता है. അവർ അവിടെ ഫറവോൻ ജനത്തെ ഓരോ ബാധ കഴിയുമ്പോഴും വിട്ടയക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് വരുന്നുണ്ടെങ്കിലും അത് മാറിക്കഴിയുമ്പോൾ വീണ്ടും തന്നെ ഹൃദയം കഠിനപ്പെടുത്തുക. लेकिन 10वां जो प्लेग जब आता है, I mean वहां के पहलोटाओं का मृत्यु के लिए जब I mean प्रेज़ लॉर्ड परमेश्वर उस न्याय को भेजता है, जजमेंट जब वहां पर भेजता है, तब वे अपने घुटने ठिकाना. എന്നാൽ അവരുടെ കടിഞ്ഞൂലിനെ തൊടുന്ന ഒരു സംഹാരത്തിനായി ദൈവം കരനീട്ടുമ്പോൾ അവിടെ വലിയൊരു വിടുതൽ ഉണ്ടാവുകയാണ്. हालेलुया. लेकिन उससे पहले I mean ये पहलोटाओं को जब मार डालने से पहले परमेश्वर अपने लोगों को अब तैयार करने के लिए हमें तैयार हो रहा है. ഇവിടെ കടിഞ്ഞൂലുകളുടെ സംഹാരം ഉണ്ടാകുന്നതിന് മുമ്പ്, ആ ബാധ അയക്കപ്പെടുന്നതിന് മുമ്പ് ജനത്തെ, ഇസ്രായേൽ ജനത്തെ വലിയ ഒരു തയ്യാറെടുപ്പിലേക്ക് ദൈവം കൊണ്ടുപോകുന്നുണ്ട്. I mean वहां से कुछ बातों को जल्दी से मनन करेंगे. ആ ഭാഗത്ത് നിന്ന് ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. निर्गमन की किताब बुक ऑफ एक्सोडस चैप्टर 12 वर्सेस 1, I mean 12वें अध्याय का पहले आयत से कुछ बातों को हम जल्दी से देखेंगे. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ നിന്ന് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാം. യഹോവ മോശയോടും അഹരോനോടും മിസ്രയീം ദേശത്ത് വെച്ച് അരുളി ചെയ്തത് എന്തെന്നാൽ, ഈ മാസം നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭമായി ആണ്ടിൽ 1-ാം മാസമായിരിക്കണം. I mean ये जो महीना है वो महीनों में से एक पहला दिन और साल का भी पहला दिन होना है.
ഈ മാസം നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭമായി ആണ്ടിൽ 1-ാം മാസമായിരിക്കണം. हालेलुया. सोचकर देखिएगा, पिछले 430 साल से जो गुलामी में है, परमेश्वर उनका स्तुतियों को जब बदलने के लिए तैयार होता है, तब परमेश्वर कहता है हालेलुया, एक नया शुरुआत, अब से तुम्हारा कैलेंडर यहां से शुरू होने वाला है. साल का पहला दिन, महीने का पहला दिन, एक नया शुरुआत तुम्हारी जिंदगी में मैं करने जा रहा हूं. കഴിഞ്ഞ 430 വർഷത്തിൽ പരമായ അടിമത്തത്തിൽ കിടക്കുന്ന ജനത്തോട് ദൈവം പറയുകയാണ്, ഇന്ന് വരെ നിങ്ങൾ അനുഭവിച്ച ഈ അടിമത്തത്തിന്റെ അനുഭവത്തിൽ നിന്നും മാറി ഒരു പുതിയ ആരംഭം നിങ്ങളുടെ ജീവിതത്തിൽ, ഒരു പുതിയ ആണ്ടിന്റെ ആരംഭം കുറിക്കുകയാണ്. आमीन. परमेश्वर जब हमारे संकटों से छुड़ाने के लिए तैयार होता है, एक नया शुरुआत के साथ परमेश्वर हमारे जिंदगी में शुरुआत रखता है. നമ്മുടെ ജീവിതത്തിന്റെ കഷ്ടതയുടെ അനുഭവത്തിൽ നിന്ന് ദൈവം നമ്മളെ പുറപ്പെടുവിക്കുമ്പോൾ ജീവിതത്തിന്റെ ഒരു പുതിയ ആരംഭമായിരിക്കും അവിടെ കുറിക്കുന്നത്. हर दिन सहना नहीं पड़ेगा, हर दिन अपमानित होना नहीं पड़ेगा, हर दिन उसी लज्जा से होकर जाना नहीं पड़ेगा. परमेश्वर एक नया शुरुआत हमारे जिंदगी में देने वाला है. എന്നും കഷ്ടമായിരിക്കത്തില്ല, എന്നും നിന്ദയുടെ അനുഭവമായിരിക്കത്തില്ല, എന്നും പരിഹാസത്തിന്റെ അനുഭവമായിരിക്കത്തില്ല. ദൈവം അതിൽ നിന്ന് പുറപ്പെടുവിക്കുമ്പോൾ ജീവിതത്തിൽ ഒരു പുതിയ അനുഭവം ഉണ്ടാകും. इसके लिए मूसा के द्वारा परमेश्वर इस्राएलियों से कहता है कि एक नया कैलेंडर का शुरुआत, एक नया यात्रा का शुरुआत तुम्हारे जिंदगी में मैं करने जा रहा हूं. അതുകൊണ്ടാണ് ദൈവം മോശയോട് അരുളി ചെയ്യുന്നത്, ഈ മാസം ഒരു പുതിയ മാസമായിരിക്കും, ഇത് ആണ്ടിന്റെ ആരംഭമായിരിക്കും. और तीसरे आयत में हम जब देखते हैं, परमेश्वर मूसा के द्वारा अपने लोगों से कहने के लिए कहते हैं, टेल द होल कम्युनिटी ऑफ इस्राएल दैट ऑन द 10th day ऑफ दिस मंथ, इस महीने के 10वें दिन तुम क्या करना है, वहां पर हम पढ़ रहे हैं. അവിടെ 3-ാമത്തെ വാക്യത്തിൽ മോശ മുഖാന്തരം സകല ഇസ്രായേൽ സംഘത്തോടും പറയേണ്ടത് ഈ മാസം 10-ാം തീയതി എന്ത് ചെയ്യണം എന്നുള്ള വിവരം അവിടെ പറയുകയാണ്. एक एक व्यक्ति अपने परिवार के गिनती के हिसाब एक मेमना को लेना है करके कहता है. ഓരോ കുടുംബവും അവരുടെ കുടുംബത്തിന്റെ ആളെണ്ണത്തിനനുസരിച്ച് ആട്ടിൻകുട്ടിയെ എടുക്കണം. हालेलुया. और अपने परिवार की गिनती के अनुसार उस मेमना को लेना है. ആ അതത് കുടുംബത്തിന് അനുസരിച്ച് എണ്ണത്തിനനുസരിച്ച് ആട്ടിൻകുട്ടിയെ എടുക്കണം. और 4वें आयत हम पढ़ेंगे, वहां पर हम देखते हैं प्रेज़ लॉर्ड, यदि उनके परिवार में गिनती कम है, छोटा परिवार है, तो वो अपने पड़ोसी के पास जाना है और उनके साथ इस बात के लिए शामिल होना है. അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, ഇനി ആ കുടുംബം ചെറിയ കുടുംബമാണെങ്കിൽ അവർ ആ ആട്ടിൻകുട്ടിയെ തിന്നുവാൻ വീട്ടിലുള്ളവർ പോരായെങ്കിൽ അടുത്ത വീട്ടിലുള്ളവരുടെ എണ്ണത്തിനനുസരിച്ച് ഒരുമിച്ച് അതിനെ എടുക്കണമെന്ന് എഴുതിയിട്ടുണ്ട്. क्योंकि यदि मेमना को काटा जा रहा है तो उसका बाकी नहीं आ सकता है. आज जैसा मोर्चरी में रखते हैं, जैसा फ्रिज में रखते हैं, वैसा रख नहीं सकेंगे. हालेलुया. यदि काटा है तो उसे खत्म करना जरूरी है. ഇവിടെ ആട്ടിൻകുട്ടിയെ അറക്കുന്നുണ്ടെങ്കിൽ അതിനെ മുഴുവനും കഴിച്ചു തീർക്കണം. ഇന്നത്തെ കാലത്ത് ആഹാരം എടുത്ത് മോർച്ചറിയിൽ വെക്കുന്നത് പോലെയല്ല, ആമേൻ, ഫ്രിഡ്ജിനകത്ത് കയറ്റി വെക്കുന്ന ഇടപാടൊന്നും അവിടെ ഇല്ല. അറുത്തെങ്കിൽ അന്ന് കഴിക്കണം. हालेलुया. जैसे ही हालेलुया उन्हें वो काटने के लिए कहेगा, तब वो परिवार समेत उसको पूरा खत्म करना जरूरी है. ആട്ടിൻകുട്ടിയെ അറുത്ത് കഴിഞ്ഞാൽ അതിനെ ഭവനത്തിലുള്ളവരെല്ലാവരും ചേർന്ന് തിന്നണം. इसके लिए वहां पर 4th वर्ड्स में लिखा है कि गो टू योर नेबर, आपके पड़ोसी के पास जाओ और मिलकर इस बात में आप शामिल होना है. അതാണ് 4-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, അവന്റെ വീട്ടിനടുത്ത അയൽക്കാരനും കൂടെ അതിനെ എടുക്കണം. लेकिन पड़ोसी के पास जाना है तो उनके साथ एक अच्छा रवैया रखना भी बहुत जरूरी है. ഇനി അയലോക്കക്കാരുടെ കൂട്ടത്തിൽ ഇത് ഒരുമിച്ച് കഴിക്കണമെങ്കിൽ അവരുമായിട്ട് നല്ല ഒരു കൂട്ടായ്മ ഉണ്ടായിരിക്കും. पड़ोसी से बात तक नहीं करते हैं, हालेलुया, कुछ और पूछ रहा है, कुछ और जवाब दे रहा है. हालेलुया. पड़ोसी के साथ एक अच्छा संबंध नहीं है तो कैसा पड़ोसी के पास जाकर इस मेमना को काटने के लिए तैयार होने वाला है. ഇനി അയലോക്കക്കാരുമായിട്ട് നല്ല ബന്ധമില്ല, മിണ്ടത്തുമില്ല, ചോദിക്കുന്നതിന് ഉത്തരവും പറയത്തില്ല, മറ്റെന്തെങ്കിലും പറയുന്ന അനുഭവങ്ങളാണെങ്കിൽ എങ്ങനെയാണ് ഒരുമിച്ച് ഇതിനെ ഇറക്കുന്നത്? पड़ोसी जब घर से निकलेगा तब हम घर से नहीं निकलते, क्योंकि निकलेगा तो पूछेगा कहाँ जा रहा है, तो बोलना पड़ेगा. इसके लिए वो जाने दो, उसके बाद में हम जाएंगे बोलकर कुछ लोग दरवाजा खोलते हैं.
അയൽവക്കക്കാർ എങ്ങോട്ടെങ്കിലും പോകാൻ ഇറങ്ങുവാണെങ്കിൽ നമ്മൾ ഒരുമിച്ച് ഇറങ്ങത്തില്ല, വെയിറ്റ് ചെയ്യും. കാരണം ഒരുമിച്ച് ഇറങ്ങിയാൽ എവിടെ പോവാണെന്ന് ചോദിക്കും, പിന്നെ വർത്തമാനം പറയേണ്ടി വരും. അത് വരാതിരിക്കാൻ വേണ്ടി രണ്ടുപേരും രണ്ട് സമയത്ത് ഇറങ്ങും. केरला में शायद ऐसा नहीं होगा, लेकिन उत्तर भारत में काफी जगह पे शायद हम देखते हैं. കേരളക്കാർക്ക് അങ്ങനെയൊന്നും ഇല്ലായിരിക്കും, ഇവിടെ ഉത്തരഭാരതത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ട്. हालेलुया. केरला में सभी लोग बड़े मेल मिलाप के साथ रहते हैं. കേരളത്തിൽ എല്ലാവർക്കും വളരെ ഐക്യതയാണ്. हालेलुया. इसके लिए जब जरूरत पड़ता है तो दूर से कोई आना पड़ता है. അതുകൊണ്ടാണ് ഈ വീട്ടിൽ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ വളരെ ദൂരെ നിന്ന് വേണം ആരെങ്കിലും വരാൻ. हालेलुया. लेकिन यहाँ पर कहा है कि पड़ोसी के साथ जाकर इस मेमना को काट के इस सेलिब्रेशन, इस फीस्ट को मनाना है. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അയൽവക്കക്കാരുടെ അടുക്കൽ ചെന്ന് ആ പെസഹ ആചരിക്കാനായി ആട്ടിൻകുട്ടിയെ ഒരുമിച്ച് വീതിച്ചെടുക്കണം. और 5वीं आयत को हम देखेंगे. 5ാമത്തെ വാക്യം, ആട്ടിൻകുട്ടി ഊനമില്ലാത്തതും 1 വയസ്സ് പ്രായമുള്ള ആണുമായിരിക്കണം. അത് ചെമ്മരിയാടോ കോലാടോ ആകാം. 1 साल से नीचे वाला होना चाहिए और उससे किसी प्रकार की कोई डिफेक्ट नहीं होना है करके वहां पर स्पष्ट तौर से लिखा है. 1 വയസ്സ് പ്രായമുള്ള ആടായിരിക്കണമെന്നും അതിന് ഊനമില്ലാത്തതായിരിക്കണമെന്നും എഴുതിയിട്ടുണ്ട്. 10वां दिन इसको लेना है, लेकिन उसके 6 आयत में लिखता है कि उसके 14th डे 14वें दिन तक उसको एग्जामिन करना है, उसको परख कर देखना है कि क्या उसमें कोई कमी है या नहीं. 10ാമത്തെ ദിവസമാണ് ഈ ആട്ടിൻകുട്ടിയെ അവരെടുക്കുന്നത്. അതിന്റെ 6ാമത്തെ വാക്യം പറഞ്ഞതനുസരിച്ച് 14ാം തീയതി വരെ അതിനെ സൂക്ഷിച്ച് നോക്കണം, ഊനമുണ്ടോ ഇല്ലയോ. हालेलुया. पहले दिन लेकर आया तब वो सही प्रकार चल रहा था, लेकिन दूसरा दिन पता नहीं थोड़ा लुढ़क कर चल रहा है तो उसे बलि नहीं चढ़ा सकता है. 10ാം തീയതി അറിയത്തില്ല, കൊണ്ടുവന്നത് നല്ല ഒരു ആടിനെയായിരുന്നു. എന്നാൽ 11ാം തീയതി നോക്കിയപ്പോൾ എത്തിക്കുത്തി നടക്കുന്ന ആടാണെങ്കിൽ അതിനെ അർപ്പിക്കാൻ കഴിയത്തില്ല. हालेलुया. किसी प्रकार की कोई भी ब्लमिश, कोई भी स्पॉट, किसी प्रकार की कोई कमी उसमें नहीं होना है करके स्पष्ट तौर से बताया गया है. അർപ്പിക്കുന്ന ആടിന് യാതൊരു തരത്തിലുള്ള കുറവുകളും ഊനങ്ങളും ഉണ്ടായിരിക്കരുതെന്ന് സ്പഷ്ടമായി എഴുതിയിട്ടുണ്ട്. परमेश्वर को जब हम देते हैं किसी प्रकार के कोई कमी नहीं होना है, सबसे उत्तम देने के लिए परमेश्वर हमसे कहता है. നാം ദൈവത്തിന് എന്ത് കൊടുത്താലും നാം കൊടുക്കുന്നതിന് ഒരു ഊനമില്ലാത്തതും ഒരു കുറവും കളങ്കവും പറയാനില്ലാത്തതുമായത് ദൈവത്തിന് അർപ്പിക്കണമെന്ന് വചനം പറയും. और वहां पर 6 आयत में हम देखते हैं कि हालेलुया, प्रेज लॉर्ड, बिफोर सनशाइन, हालेलुया, उस प्रेज लॉर्ड, आमीन, उस सूर्य होने से पहले ही इस कार्यों को तुम करना जरूरी है. അവിടെ 6ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് സന്ധ്യയ്ക്ക് തന്നെ അതിനെ അറുക്കണം. हालेलुया, प्रेज लॉर्ड. और कहा गया है कि हालेलुया, इसका लहू लेकर अपने डोर पोस्ट में लगाना है करके भी वहां पर बताया गया है. അതിന്റെ രക്തം കുറെ എടുത്ത് അവരുടെ വാതിലിന്റെ കട്ടളക്കാൽ രണ്ടിന്മേലും കുറുമ്പടിമേലും പുരട്ടണമെന്ന് എഴുതിയിട്ടുണ്ട്. 12 और 13 आयतों में हम देखते हैं इट विल बी ए सिंबल, वो एक चिन्ह रहेगा करके वहां पर बताया गया है. 12ാം വാക്യത്തിൽ ഈ രക്തം ഒരു അടയാളമായിരിക്കുമെന്ന് എഴുതിയിരിക്കുന്നു. हालेलुया. प्रेज लॉर्ड. हालेलुया. ये एक चिन्ह होना है करके वहां पर बताया गया है. അത് അവർക്ക് ഒരു അടയാളമായിരിക്കുമെന്ന് എഴുതിയിട്ടുണ്ട്. एक मृत्यु के अनुभव से छुटकारा पाने के लिए परमेश्वर ने निर्देश किया हुआ बातें करना बहुत जरूरी है. അവരുടെ മരണത്തിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടുവാനായി ദൈവം കൊടുത്ത ഒരു അടയാളം. हालेलुया. लेविया के पुस्तक में हम देखते हैं विदाउट द शेडिंग ऑफ द ब्लड, देयर इज नो रिडेम्पशन. लहू बहाए बगैर एक उद्धार नहीं है करके लेविया की पुस्तक उसके 17वें अध्याय में हम पढ़ते हैं. ലേവ്യ പുസ്തകം 17ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, രക്തം ചൊരിയാതെ വിമോചനമില്ല. हालेलुया. लहू बहाया जाना जरूरी है, लेकिन परमेश्वर के लोग जब इकट्ठा होकर विश्वास के साथ जब इस लहू को लगाते हैं तब उनके घर के मृत्यु परमेश्वर हटा देता है. കേവലം രക്തം ചൊരിയപ്പെടുന്ന ഒരു അനുഭവം മാത്രമല്ല, ഇസ്രായേൽ ജനം വിശ്വാസത്തോടെ ആ രക്തം കട്ടളമേലും കുറുമ്പടിമേലും പുരട്ടിയപ്പോഴാണ് അവർക്ക് വിമോചനവും രക്ഷയും ഉണ്ടായത്. और उस अध्याय 12वें अध्याय का 8 और 9 आयत को भी हम पढ़ेंगे. 8 और 9 आयतों को भी हम पढ़ेंगे.
12:8-9 അന്ന് രാത്രി അവർ തീയിൽ ചുട്ടതായ ആ മാംസവും പുളിപ്പില്ലാത്ത അപ്പവും തിന്നണം. കയ്പ് ചീരയോടുകൂടെ അത് തിന്നണം. തലയും കാലും അന്തർഭാഗങ്ങളുമായി തീയിൽ ചുട്ടിട്ടല്ലാതെ പച്ചയായിട്ടോ വെള്ളത്തിൽ പുഴുങ്ങിയതായിട്ടോ തിന്നരുത്. പിറ്റന്നാൾ കാലത്തേക്ക് അതിൽ ഒട്ടും ശേഷിപ്പിക്കരുത്. പിറ്റന്നാൾ കാലത്തേക്ക് ശേഷിക്കുന്നത് നിങ്ങൾ തീയിലിട്ട് ചുട്ടുകളയണം. അരകെട്ടിയും കാലിന് ചെരുപ്പിട്ടും കൈ വടി പിടിച്ചുകൊണ്ട് किस प्रकार खाना है करके वहां पर व्यक्त तौर से बताया है. 8-9 വാക്യങ്ങളിൽ അതിനെ എങ്ങനെ കഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. हालेलुया. किस प्रकार उसे प्रिपेयर करना है करके बताया गया है. എങ്ങനെ അതിനെ ആഹാരം ഉണ്ടാക്കിയെടുക്കണം. और फिर खाने के समय में हालेलुया काउच में बैठकर पैर ऊपर रख के टीवी देखकर पति का इंतजार में बैठकर नहीं खाना है, बल्कि 11वें आयत में बताया है कि हम कैसे उसको खाना है. ആ ആഹാരം കഴിക്കുമ്പോൾ അവിടെ കൗച്ചിലിരുന്ന് വെളിയില് സോഫായിലിരുന്ന് കാലൊക്കെ പൊക്കി വെച്ച് ഭർത്താവിനെ കാത്തിരിക്കുന്നത് പോലെ മണിക്കൂറുകൾ ഇരുന്ന് കഴിക്കുന്ന കാര്യമല്ല പറഞ്ഞിരിക്കുന്നത്. बल्कि उसके 11वीं आयत में स्पष्ट तौर से कहा है कि कैसा उसको खाना है. 11-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് അതെങ്ങനെ കഴിക്കണം. आमीन. पढ़ेंगे उस बात को. അരകെട്ടിയും കാലിന് ചെരുപ്പിട്ടും കയ്യിൽ വടി പിടിച്ചും കൊണ്ട് നിങ്ങൾ തിന്നണം. हालेलुया. अपने कमर कसना है. आमीन. प्रेज लॉर्ड. आमीन. हाथ में एक डंडा लेना है. एक यात्रा के शुरुआत में प्रेज लॉर्ड चप्पल पहनकर आमीन एक यात्रा करने का शुरुआत जैसा आमीन प्रेज लॉर्ड इस कार्यों को आप करना है. ഒരു യാത്രയ്ക്കുള്ള പുറപ്പാട് പോലെ വളരെ ഒരുങ്ങി വേണം ഇത് കഴിക്കാൻ. हालेलुया. प्रेज लॉर्ड. एक एक निर्देश को परमेश्वर उनको दे रहा है ताकि जो उस प्रकार करेंगे आमीन परमेश्वर उनका इतिहास को बदलने जा रहा है. ദൈവം അവിടെ ചെയ്യേണ്ട ഓരോരോ കാര്യങ്ങൾ ഇസ്രായേൽ ജനത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. അത് നിവർത്തിച്ചു കഴിയുമ്പോൾ അവർക്ക് വലിയൊരു പുറപ്പാട് ദൈവം ഒരുക്കുകയാണ്. हालेलुया. परमेश्वर एक बहुत बड़ा प्रेज लॉर्ड यात्रा का शुरुआत उनका 403 साल का कष्टों को परमेश्वर समाप्त करने के लिए कोशिश कर रहा है. കഴിഞ്ഞ 430 വർഷത്തിൽ പരമായി ഉണ്ടായിരുന്ന അനുഭവത്തിൽ നിന്ന് ഒരു പുതിയ ചരിത്രം കുടിക്കുവാനായി ദൈവം അവർക്ക് ചില കാര്യങ്ങൾ നിർദ്ദേശിച്ചു കൊടുക്കുകയാണ്. पुराने रीति रिवाजों के अनुसार नहीं, कुछ नया परमेश्वर करने जा रहा है. പണ്ടവർ ചെയ്തു വന്നിരുന്നത് പോലെ ഒന്നുമല്ല, ചില പുതിയ തുടക്കങ്ങളാണ് അവരുടെ ജീവിതത്തിലുള്ളത്. हालेलुया. प्रेज लॉर्ड. पहला पत्रोस उसके पहले अध्याय और उसके 19वीं आयत को पढ़ेंगे. पहला पत्रोस उसके पहले अध्याय उसके 19वें आयत को पढ़ेंगे. 1 പത്രോസ് 1-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം. ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. हालेलुया. निर्दोष और निष्कलंक मेमना के लहू के द्वारा करके प्रेरित पत्रोस में स्मरण दिलाता है. ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നതെന്ന് പത്രോസ് പറയുകയാണ്. पुराने नियम में हम मनन कर रहे थे कि किस प्रकार मेमना को तैयार करना है. പഴയ നിയമത്തിൽ നമ്മൾ കണ്ടു എങ്ങനെയാണ് കുഞ്ഞാടിനെ ആട്ടിൻകുട്ടിയെ ഒരുക്കിയെടുക്കേണ്ടത്. 10वें दिन उस मेमना को लाना है और उसमें कोई कमी नहीं रहना है. 3 दिन तक आपको दिया गया है ताकि उसको परखे कि किसी प्रकार का कमी है या नहीं, और सबसे उत्तम परमेश्वर के लिए देना है, बलि चढ़ाना है करके कहता है. പഴയ നിയമത്തിൽ കണ്ടത് നമ്മൾ എങ്ങനെയാണ് 10-ാം ദിവസം അവർ ആട്ടിൻകുട്ടിയെ തിരഞ്ഞെടുക്കുന്നു. 3 ദിവസം കൂടെ ആളുകൾക്ക് നൽകിയിട്ടുണ്ട്. 3 ദിവസം അതിനെ നന്നായി സൂക്ഷ്മിച്ച് നോക്കണം. എന്തെങ്കിലും ഊനമുണ്ടെങ്കിൽ അതിനെ അർപ്പിക്കാതെ ഏറ്റവും ഊനമില്ലാത്ത നല്ലതിനെ വേണം അവർ ദൈവത്തിന് വേണ്ടി അർക്കുക. नया नियम में जब हम आते हैं हमारे लिए एक मेमना वध होने के लिए तैयार हो रहा है. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് വേണ്ടി ഒരു കുഞ്ഞാട് അറക്കപ്പെടുവാനിടയായി. आमीन. प्रेज़ लॉर्ड. और उसके लिए मत्ती के सुसमाचार उसके 26वें अध्याय जब हम देखते हैं 26 का 26 हम एक बार देखेंगे. മത്തായി 26:26 അവർ ഭക്ഷിക്കുമ്പോൾ യേശു അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു. വാങ്ങി ഭക്ഷിപ്പീൻ, ഇത് എന്റെ ശരീരം എന്ന് പറഞ്ഞു. ये मेरा शरीर है करके बोलकर मसीह यीशु उनके लिए दे रहा है. അതെന്റെ ശരീരം എന്ന് പറഞ്ഞ് അവൻ ശിഷ്യന്മാർക്ക് और उसका पूरा इतिहास को भी हम जानना बहुत जरूरी है. അതിന്റെ ചരിത്രം നമ്മൾ അറിയണം. हालेलुया. उसी अध्याय उसका 57 जब हम पढ़ते हैं, मत्ती के सुसमाचार 26वें अध्याय उसके 57 से लेकर जब हम पढ़ते हैं वहां पर काफी घटनाओं को हम देख पाते हैं. അതേ
26 അധ്യായത്തിന്റെ 57 മുതൽ വായിക്കുമ്പോൾ അനേക കാര്യങ്ങൾ നമ്മൾക്ക് മനസ്സിലാകുന്നുണ്ട്. I mean, यीशु को अरेस्ट किया गया, യേശുവിനെ അവർ പിടിച്ചു, उनको कय्याफास के पास लेकर आया, महायाजक के पास लेकर आया. മഹാപുരോഹിതനായ കയ്യഫാവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. I mean, उन्होंने देखा तो यीशु में कोई गुनाह I mean, नहीं ढूंढ पाया. ആ വ്യക്തി യേശുവിനെ തിരിച്ചും മറിച്ചും വിസ്തരിച്ചിട്ടും ഒരു കുറവും കാണുന്നില്ല. I mean, वहां के टीचर्स ऑफ द लॉ एंड द एल्डर्स मिलकर भी उनको परख कर देखा, लेकिन उनमें कोई कमी वे ढूंढ नहीं पाया. അവരുടെ കയ്യഫാവിന്റെ അടുക്കൽ ശാസ്ത്രിമാരും മൂപ്പന്മാരും മഹാപുരോഹിതന്മാരും ന്യായാധിപ സംഘം ഒക്കെയും ഒരുമിച്ച് നോക്കിയിട്ടും അവനിൽ ഒരു കുറ്റവും കണ്ടില്ല. और फिर उसके 59th आयत में चीफ प्रीस्ट के पास लेकर गया, महायाजक के पास लेकर गया, और पूरे सनहेद्री मिलकर उनके खिलाफ झूठे एविडेंसेस, झूठे गवाहों को कहता है, लेकिन फिर भी यीशु में कोई कमी वे ढूंढ नहीं पाया. 59 വാക്യത്തിൽ മഹാപുരോഹിതന്മാരും ന്യായാധിപ സംഘമൊക്കെയും യേശുവിനെ കൊല്ലേണ്ടതിന് അവന്റെ നേരെ കള്ളസാക്ഷ്യം അന്വേഷിച്ചു. കള്ളസാക്ഷികൾ പലരും വന്നിട്ടും പറ്റിയില്ല എന്ന് വായിക്കുന്നു. फॉल्स एलिगेशंस, फॉल्स एविडेंसेस वे क्रिएट कर रहे हैं ताकि यीशु को कैसे ना कैसे फंसाए. കള്ളസാക്ഷ്യം അവർ കൊണ്ടുവന്ന് പറയുവാൻ അന്വേഷിച്ചു, പക്ഷെ അവരെ കൊണ്ട് കഴിഞ്ഞില്ല. हालेलुया. एक एक बातों का षड्यंत्र वे रच रहे हैं, लेकिन कहीं पर भी यीशु में कोई गुनाह है करके कोई भी प्रूफ नहीं कर पा रहा है. പല വഴികൾ അവർ അന്വേഷിച്ചു യേശുവിന്മേൽ ഒരു കുറ്റം കണ്ടുപിടിക്കാൻ, പക്ഷെ അവരെ കൊണ്ട് കഴിഞ്ഞില്ല. यूहन्ना के सुसमाचार उसके 18वें अध्याय उसके 12 और 13 आयतों को भी हम देखेंगे. यूहन्ना के सुसमाचार उसके 18वें अध्याय उसके 12 और 13 आयतों को. യോഹന്നാൻ 18:12-13 പട്ടാളവും സഹസ്രാധിപനും യഹൂദന്മാരുടെ ചേവകരും യേശുവിനെ പിടിച്ചുകെട്ടി ഒന്നാമത് ഹന്നാവിന്റെ അടുക്കൽ കൊണ്ടുപോയി. അവൻ ആ സംവത്സരത്തെ മഹാപുരോഹിതനായ കയ്യഫാവിന്റെ അമ്മായിപ്പനായിരുന്നു. കയ്യഫാവോ ജനത്തിനു വേണ്ടി ഒരു മനുഷ്യൻ മരിക്കുന്നത് നന്ന് എന്ന് യഹൂദന്മാരോട് ആലോചന പറഞ്ഞവൻ തന്നെ. ശിമോൻ പത്രോസും नहीं, वहां पर या हम देखते हैं कि प्रेज लॉर्ड आई मीन कय्याफास और अलग अलग जूइश लीडर्स के पास उन्होंने लेकर आया करके हम देखते हैं. അവിടെ ഹന്നാവിന്റെ അടുക്കൽ കൊണ്ടുപോയി എന്ന് നമ്മൾ വായിക്കുന്നു. I mean, by every authorities वे कोशिश तो कर रहे हैं, लेकिन कहीं पर भी यीशु को फंसाया नहीं जा रहा है. പട്ടാളവും സഹസ്രാധിപനും യഹൂദനും ചേവകരും എല്ലാവരും ശ്രമിക്കുന്നുണ്ട് യേശുവിന്റെ മേലിൽ ഒരു കുറ്റം കണ്ടുപിടിക്കാൻ. और फिर लूका के सुसमाचार उसके 23वें अध्याय में हम इस समय के कमी के कारण उस बात को पढ़ना नहीं चाहूंगा. पिलातुस के पास लेकर आया. पिलातुस भी कोशिश कर रहा है, लेकिन पिलातुस कहता है कि मृत्यु का कारण के लिए इनमें कोई दोष मैं ढूंढ नहीं पा रहा हूं. ലൂക്കോസിന്റെ സുവിശേഷം 23 അധ്യായം സമയക്കുറവ് കൊണ്ട് വായിക്കുന്നില്ലെങ്കിലും അവിടെ പറഞ്ഞിട്ടുണ്ട് യേശുവിനെ പീലാത്തോസിന്റെ അടുക്കൽ കൊണ്ടുവരികയാണ്. പീലാത്തോസും നോക്കിയിട്ട് പറയുകയാണ് മരണകാരണമായി യാതൊരു കുറ്റവും ഇവൻ ചെയ്തിട്ടില്ല. हालेलुया. प्रेज़ लॉर्ड. सारे षड्यंत्र को रचा गया, लेकिन किसी प्रकार का कोई भी दोष इस यीशु में वे ढूंढ नहीं पाया. അവര് സകല വഴിയും അന്വേഷിച്ചിട്ടും ഒരു ഊനവും കർത്താവിൽ കണ്ടെത്തി. हालेलुया. सोचकर देखिएगा, पुराने नियम में हमने देखा 3 दिन तक उनको परख कर देखना है और उसमें कोई कमी नहीं होना है. आई मीन, उससे बलि चढ़ाया जाना जरूरी है करके हमने पढ़ा था. പഴയ നിയമത്തിൽ അർപ്പിക്കപ്പെടേണ്ട ആട്ടിൻകുട്ടിയെ 3 ദിവസം പരിശോധിച്ചിട്ട് യാതൊരു ഊനവും ഇല്ലെങ്കിൽ മാത്രം അർപ്പിക്കണമെന്ന് നമ്മൾ കണ്ടു. और नया नियम में जब आया, हालेलुया, 5 प्रकार के कोर्ट रूम से यीशु को लेकर गया, लेकिन कोई भी किसी प्रकार की कोई कमी यीशु में ढूंढ नहीं पाया. പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ മാറി മാറി 5 കോടതികളിൽ യേശുവിനെ വിസ്തരിച്ചിട്ടും യേശുവിൽ ഒരു കുറവും കുറ്റവും അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. सोचकर देखिएगा, एक जाति का उद्धार के लिए, परमेश्वर की मानव जाति के उद्धार के लिए एक मेमना यदि वध होना है तो हालेलुया उसमें कोई कमी नहीं होना है. पिछले 33 साल 33.5 साल के जिंदगी में किसी प्रकार के कमियां यीशु में ढूंढ नहीं पा रहे हैं. മാനവജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി അവരെ ഉദ്ധരിക്കുന്നതിന് വേണ്ടി ഒരുവൻ അറക്കപ്പെടണമായിരുന്നു, ഒരുവൻ രക്തം ചൊരിയണമായിരുന്നു. അതിനായി കരുതപ്പെട്ടിരുന്ന യേശു 33.5 വർഷത്തെ തന്റെ
ലോക ജീവിതത്തിൽ തന്നിൽ ഒരു കുറവും കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. हालेलुया, प्रेज़ लॉर्ड। हर एक प्रकार के षड्यंत्र को शत्रु ने रचने का कोशिश किया, लेकिन किसी भी बातों में यीशु को फंसाने के लिए उनका षड्यंत्र प्रबल नहीं हुआ है। പിശാച് വളരെ തരത്തിൽ പല രീതികളിൽ യേശുവിനെ ആമേൻ കളങ്കമുള്ളവനാക്കി മാറ്റുവാൻ ശ്രമിച്ചിട്ടും കർത്താവ് ആ പരീക്ഷകളെ എല്ലാം ജയിപ്പാനിടയായി. और वो लहू जो मेमना का लहू जिस द्वार में लगाता है, उनके घर से मृत्यु का दूध होकर जाएगा, लेकिन वहां के किसी को भी कोई हानि नहीं होगा। परमेश्वर ने दिया हुआ एक वायदा रहा है। വിശ്വാസത്തോടെ കട്ടളമേലും കുറുമ്പടിമേലും ആ ആട്ടിൻകുട്ടിയുടെ രക്തം പുരട്ടിയ ഭവനങ്ങളെല്ലാം സംഹാര ദൂതൻ ഒഴിഞ്ഞുപോയി അവർക്ക് മരണത്തിൽ നിന്നൊരു വിടുതലുണ്ടാകും. नया नियम में जब मेरे लिए वो मेमना मरने के लिए, वध होने के लिए तैयार हुआ, उसके लहू मेरा उद्धार का कारण हो रहा है। പുതിയ നിയമത്തിൽ എനിക്ക് വേണ്ടി അറക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തം ആമൻ വിശ്വസിക്കുന്നവന് രക്ഷയായി മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കായി മാറുകയാണ്. मेरे उस गुलामी के जिंदगी से मुझे छुड़ाने के लिए, एक नया जीवन देने के लिए, अनंतता मेरे लिए प्रेज़ लॉर्ड तैयार करने के लिए एक मेमना मेरे लिए मरने के लिए तैयार हुआ। അടിമത്തത്തിൽ നിന്നുള്ള ജീവിതത്തിൽ നിന്ന് എന്നെ രക്ഷിപ്പാനായി, എന്നെ വിടുവിക്കാനായി, രക്ഷ നൽകുവാനായി എനിക്ക് വേണ്ടി കുഞ്ഞാടായി യേശു അറക്കപ്പെട്ടു. हालेलुया, प्रेज़ लॉर्ड। केवल मरने से फायदा नहीं है, विश्वास के साथ वो लहू मेरे जिंदगी में अप्लाई करना जरूरी है। കേവലം കുഞ്ഞാട് മരിച്ചത് കൊണ്ട് കാര്യമായില്ല, രക്തം ഒഴുക്കപ്പെട്ടത് കൊണ്ട് കാര്യമായില്ല. വിശ്വസിച്ച് ആമേൻ രക്തം ആമേൻ വിശ്വസിക്കുന്നവനാണ്, അത് പുരട്ടുന്നവനാണ് വിടുതലുള്ളത്. हालेलुया। पुराने नियम में केवल लहू किसी के घर में लगाया बोलकर परमेश्वर उन्हें नहीं छुड़ाएगा, बल्कि विश्वास के साथ लगाना जरूरी है। मेरे लिए परमेश्वर करने वाला है, जानते हुए उस बातों को करना जरूरी है। എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിച്ചതുപോലെ പഴയ നിയമത്തിൽ വിശ്വാസത്തോടെ അവർ ചോരത്തളി ആചരിച്ച് പെസഹ ആചരിച്ച് സംഹാരകൻ അവരെ തൊടാതെയിരുന്നു എന്ന് പറയുന്നത് പോലെ നമ്മൾ വിശ്വാസത്തോടെ രക്തം പുരട്ടണം. विश्वास के साथ अपने कर्मों के साथ नहीं, बाय फेथ विश्वास के साथ उसके ऊपर हम जय पाना जरूरी है। കേവലം ഒരു കർമ്മമായി ക്രിയയായി ചെയ്യുന്ന കാര്യമല്ല, വിശ്വാസത്തോടെയുള്ള പ്രവൃത്തി ആമേൻ രക്ഷയിലേക്ക് നയിക്കും. आज जब इस वचनों को सुन रहे हैं, आप आराम से सुन सकते हैं, लेकिन जो विश्वास के साथ प्रतीक प्रेज़ लॉर्ड परमेश्वर की ओर रिस्पोंड करने के लिए तैयार होते हैं, परमेश्वर उनकी जिंदगी में बदलावट लेकर आता है। ഇന്ന് കേവലം ഇങ്ങനെ വചനം കേട്ടുകൊണ്ടിരിപ്പാൻ നമ്മൾക്ക് എല്ലാവർക്കും എളുപ്പമാണ്. പക്ഷെ കേൾക്കുന്ന വചനം വിശ്വാസമായി പരിണമിച്ചാൽ അത് ജീവിതത്തിൽ വലിയ വിടുതലായി മാറും. You need to apply it, वो apply करना जरूरी है, वो विश्वास के साथ उसे apply करना जरूरी है। വിശ്വാസത്തോടെ നാം കേൾക്കുന്ന വചനം നമ്മുടെ ജീവിതത്തിൽ ആമേൻ പ്രാവർത്തികമാക്കണം. हालेलुया, प्रेज़ लॉर्ड। आमीन। उसका लहू ही मेरा पापों से मुझे उद्धार दे सकता है। हालेलुया, पाप की अनुभव से मुझे छुड़ा सकता है। इसके लिए विश्वास के साथ उसके निकट आना बहुत जरूरी है। അവന്റെ രക്തമാണ് എന്നെ പാപത്തിൽ നിന്നും എന്റെ ശാപത്തിൽ നിന്നും എന്നെ അടിമത്തത്തിൽ നിന്നും വിടുവിക്കുന്നത്. आमीन। सभी लोगों ने कोशिश किया यीशु में गुनाहों को ढूंढने के लिए, लेकिन मेरे लिए जो मरने के लिए तैयार हो रहा है, उस यीशु में कोई भी कमी कोई भी ढूंढ नहीं पाया है। എല്ലാവരും മാറി മാറി അന്വേഷിച്ചിട്ടും അവർ മാറി മാറി വിസ്തരിച്ചിട്ടും നമ്മുടെ കർത്താവായ യേശുവാം കുഞ്ഞാടിൽ ഒരു ദോഷവും അവർക്ക് കണ്ടെത്തുവാൻ एक കഴിഞ്ഞില്ല. निष्कलंक मेमना मेरे लिए वध होने के लिए, मरने के लिए तैयार हो रहा है। നിഷ്കളങ്കനായ നിർദോഷിയായ യേശു നമുക്ക് വേണ്ടി അറുക്കപ്പെട്ടു. हालेलुया। मैंने किया हुआ गुनाहों के लिए मसीह यीशु मरने के लिए तैयार हो रहा है। എന്റെ പാപത്തിനു വേണ്ടി യേശു മരിച്ചു. मुझे उस पाप से, उस गुलामी से, शत्रु के हाथों से बचाते हुए उस अनंतता के लिए तैयार करने के लिए एक मेमना मरने के लिए तैयार हो गया है। പാപത്തിലായിരുന്ന എന്നെ ആ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് പിശാചിന്റെ കരത്തിൽ നിന്ന് വിടുവിക്കാനായി യേശു അറുക്കപ്പെട്ടു. Are we ready to apply that blood by faith? उस विश्वास के साथ क्या उस लहू को हालेलुया अप्लाई करने के लिए हम तैयार होंगे? इब्रानियों के पत्र लिखने वाला कहता है कि उन्होंने विश्वास के साथ किया, इसके लिए मृत्यु से वे बचकर निकले करके कहता है। നമ്മൾക്കും ആ രക്തം വിശ്വാസത്താൽ ആമേൻ അതിനെ പ്രാവർത്തികമാക്കുവാൻ അല്ലെങ്കിൽ നമ്മൾക്ക് ഉപയോഗിപ്പാൻ കഴിയുമോ?
വിശ്വസിക്കുവാൻ കഴിയുമോ? പഴയ നിയമത്തിൽ എബ്രായ ലേഖന കർത്താവ് പറഞ്ഞതുപോലെ വിശ്വാസത്താൽ അവർ ചോരത്തളി ആചരിച്ച് സംഹാരകൻ അവരെ വിട്ടുമാറി എന്ന് പറഞ്ഞതുപോലെ നമുക്ക് പ്രാപിക്കുവാൻ കഴിയും. It is by faith and faith alone. Hallelujah. विश्वास के द्वारा ही हो सकता है. आज सुबह के वक्त हम विश्वास के साथ उसके निकट हम आएंगे. हालेलुया. परमेश्वर हमारे लिए जब सब कुछ सहने के लिए तैयार हुआ, क्या हम उस पर भरोसा नहीं कर सकते? क्या हम उस पर विश्वास नहीं कर सकते? जरूर विश्वास के द्वारा ही हमारे जिंदगी में वो हम अनुभव कर पाएंगे. इस वचनों के द्वारा हालेलुया परमेश्वर सबको अनुग्रह और आशीषों से भरने पाए. हमें ऐसे अवसर और अनुमति दिए. परमेश्वर के आदरणीय दासों को हृदय की गहराई से धन्यवाद देते. परमेश्वर सबको अनुग्रह और आशीषों से भरने पाए. गॉड ब्लेस यू ऑल.